ഞങ്ങൾ വയനാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. തുണിയൊക്കെ തേച്ച് വൃത്തിയാക്കിയപ്പോഴേ വെക്കുകയാണ്. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളാണെങ്കിൽ ആലപ്പുഴയൊക്കെ കഴിഞ്ഞു കുറേ ഇങ്ങിപ്പുറം വന്നു കേട്ടോ. ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പകുതി കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ദാഹിച്ചു. അതായത് എന്തെങ്കിലും കട്ടനോ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരിടത്ത് നിർത്തിയേക്കാണ്. ഇത് ഏതാ കറക്റ്റ് സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. എവിടെയോ നിർത്തിയേക്കാണ്. ഇവിടെ ഒരു ഷോപ്പ് കണ്ടിട്ട് അവിടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ചെറിയ മഴയൊക്കെ ഉണ്ട്, ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം നമ്മുടെ അവിടെ നിന്ന് മഴയില്ലായിരുന്നു. കുറേ ഇപ്പുറം വന്നപ്പോൾ ഇവിടെ നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അതായത് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഒന്നാമത്തെ കാര്യം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അത് മാത്രമല്ല പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ ആയപ്പോൾ നമ്മളധികം സമയം താമസിച്ചില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങിയായിരുന്നു. ഒരുപാട് നേരം ലേറ്റാക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം നമുക്ക് ഒത്തിരി ദൂരം പോകേണ്ടതാണ്, വയനാട് വരെ ചെല്ലേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. എങ്കിലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മുന്നേ തന്നെ അറിയാവുന്നതാണ്, രശ്മിക്ക് അവിടെയാണ് രശ്മിയുടെ വുഡ്ബീൻ്റെ വീട്. നമ്മളിവിടെ രശ്മിൻ്റെ പെണ്ണ് കാണാൻ വന്നപ്പോഴും ഒക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ ലവ് മാരേജാണ്. അപ്പോൾ ആളുടെ വീട് വയനാടാണ്. അപ്പം അങ്ങോട്ടും കൂടി പോയി നമ്മളൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഇപ്പുറം വന്ന് വീണ്ടും വണ്ടി സ്റ്റോപ്പ് ചെയ്തു, പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഇനി നേരെ വയനാട്. വായിക്കില്ല. ഞങ്ങൾക്കാണെങ്കിൽ കറക്റ്റ് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ടല്ലേ പോകുന്നത്. ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും വഴി തെറ്റി. ഞങ്ങൾ കുറേ ഫ്രണ്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ബാക്കിലോട്ട് പോയി. ഇപ്പം നേരായിട്ടുള്ള വഴി കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് ചേച്ചി ഞങ്ങളുടെ വഴി തെറ്റിച്ച് കളഞ്ഞു. അതേ ഞങ്ങൾ വയനാട് എത്താനായി. ഇനി വയനാട്ടേക്ക് കയറുകയാണ്. ഞാനധികം പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് വയനാട്ടിലെ കാഴ്ചകളൊക്കെ കാണാം.
കാട അങ്ങനെ ഞങ്ങൾ വയനാടെത്തി. വയനാട് ചുരമൊക്കെ കയറിയിട്ട് ഇപ്പുറം വന്നു. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് ഇനി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങിയിട്ട് വേണം നമ്മളിനി രശ്മീൻ്റെ വീട്ടിലേക്ക് പോവാൻ. രശ്മിയുടെ വീടെന്ന് തന്നെ പറയാമല്ലേ. രശ്മിയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇവിടെ ഇനിയും ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിന്ന് ഫ്രഷ് ആവട്ടെ. ഈ റൂമാണെങ്കിൽ അവർ അളിയന്മാരെല്ലാം കൂടി കയ്യേറിയിട്ടുണ്ട്. അവരവിടെ കുളിയും ജപവും ഒരുക്കമൊക്കെ ആയിട്ട് റെഡി ആവുന്നുണ്ട്. ഞാൻ തൊട്ടപ്പുറത്തെ മുറിയിൽ തന്നെയാണ്. നമ്മൾ ആകെ 3 മുറിയാണ് ഇവിടെ ബുക്ക് ചെയ്തത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടി മാത്രം ബുക്ക് ചെയ്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ ജോബിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് പോകുന്നത്. അവിടുന്ന് നമ്മൾ ഇനി ഈ റൂമിലേക്ക് വരില്ല, നേരെ തന്നെ നമ്മുടെ വീട്ടിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോയി റെഡി ആവട്ടെ. എന്റെ ബ്രഷും കൊണ്ട് എങ്ങോട്ട് പോയി? ഓ, ഷീനുവിന്റെ മടക്കിയ ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ടല്ലോടാ. തേക്ക് നല്ല പോലെ അങ്ങോട്ട് തേക്ക്. ഇപ്പൊ ഇന്നെങ്കിലും നീ പല്ല് വെക്കുന്ന കണ്ടല്ലേ, ജീവിതത്തിൽ നീ പല്ല് വെക്കുന്ന കേട്ടോ. നീ വിശാഖ മതിയടാ. പിന്നെ ഒരു റൂം, അതായത് ഇവിടെ 3 റൂമാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഇനി വേഗം റെഡി ആയിട്ട് പോവട്ടെ. അവരെല്ലാം വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. വഴി തെറ്റിയത് കൊണ്ട് ഒരുപാട് താമസിച്ചെത്തിയത്. അപ്പോൾ വേഗം കുളിച്ചിട്ട് റെഡി ആയിട്ട് പോവാണ്. ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടുത്ത വീഡിയോയിലുണ്ടാവും, മറക്കാതെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.